ഹായ് ഹലോ. ഇന്ന് നമ്മളെ നെയ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ നെയ്മീനാണ് വേണ്ടുന്നത്. ദേ ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതിനുവേണ്ടി ചെറിയ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇത്രയാണ് വേണ്ടുന്നത്. ഇതിനകത്ത് ഇഞ്ചി മാത്രം ചതച്ച് ചേർക്കുക. പിന്നെ അത് തന്നെ കറിവേപ്പില. ഇത് ഒരു ചെറിയ ജാറിൻ്റെ അകത്ത് ഇത്രയും തേങ്ങ എടുത്ത് അതിനകത്തൊരു 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എരിവുള്ളതും അതുപോലെ തന്നെ കളറുള്ളതും. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് നമ്മൾ അരച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ദേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഉപ്പിട്ട് വഴറ്റി അത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ ഈ പച്ച ചവയൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പുളി നമ്മൾ കഴുകി ഒരു വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുടംപുളിയാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്ത് തിളയ്ക്കുന്നിടം വരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കുറച്ച് തക്കാളി ബാലൻസ് വെച്ചില്ലേ അതും കൂടെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുകളിൽ. പിന്നെ അതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ ഒന്ന് സബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ നെയ്മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ടാറ്റ ബൈ. താങ്ക് യു.